ഛേ അയർലൻഡൊക്കെ ആയിട്ട് തോക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിച്ച നീയൊക്കെ എങ്ങനെ എനിക്ക് വേൾഡ് കപ്പ് എടുത്ത് തരും? അതിന് ഞങ്ങളപ്പം നിങ്ങൾക്ക് കപ്പെടുത്ത് തരാന്ന് പറഞ്ഞു. നന്ദി വേണോടാ നന്ദി. ആ മെസ്സിക്ക് വേണ്ടി ബാക്കിയുള്ളവന്മാർ ചോര നീരാക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് എടുത്തു കൊടുത്തത്. നിനക്കൊക്കെ എനിക്ക് അങ്ങനെ ചെയ്തു തരണമെന്ന് വല്ല വിചാരമുണ്ടോ? അതിന് നിങ്ങൾക്ക് 6-7 കളി മാത്രം ജയിച്ചു കിട്ടുന്ന വേൾഡ് കപ്പ് പുച്ഛമില്ലേ? എടാ, അത് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടുള്ള എന്റെ ടെക്നിക്കല്ലേ, നീ അതീ പിടിച്ച് തൂങ്ങാതെ. അടുത്ത കളികളൊക്കെ കുറച്ച് സെൻസിബിൾ ആയിട്ട് കളിക്കാൻ നോക്കുക കേട്ടാ. ഓ, അണ്ണന് സെൻസിബിൾ കൂടിയോണ്ടായിരിക്കും മുട്ട് കെട്ടി റെഡ് വാങ്ങിച്ചത്. എടാ, അവന്റെ കുറെ നേരമായിട്ട് ചൊറിയുമായിരുന്നു, ഉടുപ്പി പിടിച്ച് വലിക്കുന്നു. നീയൊന്നും അത് കാണത്തില്ലല്ലോ. ഈ ജേഴ്സി ആക്കിയിട്ട് എവിടെ പോന്നു? ഞാൻ പോന്നു. എന്തായാലും റെഡ് ആയതുകൊണ്ട് നാളെ കളിക്കാൻ പറ്റത്തില്ല. മറ്റന്നാ കഫീലിന്റെ മോളുടെ ബർത്ത്ഡേ. ഇപ്പൊ പോയാൽ നല്ല മട്ടൻ ബിരിയാണിയും കഴിക്കാം. പോരാത്തതിന് എന്റെ സ്പെഷ്യൽ ഡാൻസ് ഒക്കെ ഉണ്ട്. വരുന്ന അണ്ണാ, നിങ്ങൾക്കൊരു വിഷമവും ഇല്ലേ? എന്തിനു വിഷമിക്കണം? നാളെ കളി പോർച്ചുഗലിലല്ലേ? കൊളോക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങളെ പോർച്ചുഗലിലെ അവസാനത്തെ കളിയാവേണ്ടായിരുന്നു. അതിന് അവസാനത്തെയാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. എന്റെ ആകെ ഉള്ളൊരു വിഷമം നാളെ അർമേനിയായിട്ടല്ലേ കളി. ഒരു 3-4 ഗോൾ അടിക്കായിരുന്നു, അത് മിസ്സായല്ലോ എന്ന് ഓർത്താ. അപ്പൊ വിരമിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലേ? അന്ന് ഇന്റർവ്യൂവിൽ പെട്ടെന്ന് നിർത്തൂന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇന്റർവ്യൂവിന്റെ കാര്യം വിടൂ, അതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. അത് മനസ്സിലായി, നോൺ സെൻസ്. ചെറുക്കാൻ നീ കുറെ നേരമായിട്ട് തന്നെ ഊതുന്ന കേട്ടാ. എന്റെ പിള്ളേർ അറിഞ്ഞോണ്ടല്ലേ? അൽ ഫത്തലു. വിട്ടുപോ.